ഇത് കുഞ്ഞൻ്റെ പുടവെടുക്കൽ ചടങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളിത് എല്ലാവരും അതിൻ്റെതായ ഒരുക്കങ്ങളിലാണ്. നറുനീണ്ടി സർബത്താണ് അവർ വരുമ്പോൾ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചത്. എന്താ വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞ ടാങ്ക് കൊടുക്കാമെന്നായിരുന്നു. അപ്പോൾ പറഞ്ഞു അത് ഔട്ട് ഓഫ് ഫാഷനായി, ടാങ്കൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ നറുനീണ്ടിക്ക് കിടന്നത്. ഇപ്പോൾ അതേ അവിടെ വെക്കാനുള്ള വിളക്കും നിറയും പറയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ അച്ഛനും അളച്ചനൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുകയാണ്. മറ്റുള്ള അച്ഛന്മാരൊക്കെ അതേ ഇങ്ങനെ ചുറ്റും നടന്ന് വീടൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേ അവർ വന്നു. അപ്പോൾ അവർ വന്നപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ കുഞ്ഞൻ നേരെ റൂമിലേക്ക് ഓടിയിട്ടുണ്ട്. അപ്പോൾ ചെക്കൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീഡിയോസൊക്കെ ഇങ്ങനെ ഫുൾ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ എനിക്ക് ഒന്ന് കാണിച്ചു തന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കാരണം വീഡിയോ എടുക്കാൻ നിന്നു. അപ്പോൾ അതേ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ അവർ വന്നു കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അവരെ വെൽക്കം ചെയ്യാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് നടന്ന്. അപ്പം നേരെയാണ് നമ്മൾ നമ്മുടെ കല്യാണപ്പെണ്ണെ എവിടേക്ക് പോയി നോക്കുമ്പോൾ റൂം ഒക്കെ വെടുപ്പാക്കിക്കൊണ്ടിരിക്കുക. കാരണം അവരൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കയറുമല്ലോ, റൂമും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ വിരിയൊക്കെ ഒന്ന് വിരിച്ച് ഇട്ടാണ്. അപ്പം നമ്മൾ നമ്മുടെ ചടങ്ങിലേക്കുള്ള ഒരുക്കങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്ത് അവളെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ദേ അവളും വന്നു. ഈ ദിവസത്തിലേക്ക് നമ്മൾ ഈ ചടങ്ങ് മാറ്റാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിങ്ങമാസമുള്ള വരുന്നത്. അപ്പോൾ ഈ ക്യാമറമാൻമാർക്കൊക്കെ നല്ല തിരക്കുള്ള സമയം. അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ പുടവ സേവ് ദ ഡേറ്റ് അതിനൊക്കെ പ്രത്യേക ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് മാത്രമേ അവർക്ക് അത് ഷൂട്ട് ചെയ്യാൻ വരാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ പേരിൽ അവർ പറഞ്ഞതാണ് ഈ ഒരു ഡേറ്റിലാക്കാനായിട്ട്. ഇത് കല്യാണത്തിന് 3 ദിവസം മുമ്പുള്ള ചടങ്ങാണ്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് ആ ബ്ലൗസൊക്കെ ഇട്ട് നോക്കാനും അതിനെന്തെങ്കിലുമൊക്കെ അവരെന്തായാലും ആ കല്യാണത്തിൻ്റെ അന്ന് ഇടാനുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുതരുമല്ലോ. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ മാറ്റങ്ങളൊക്കെ വരുത്താം എന്നുള്ള രീതിയിലാണ് കുറച്ച് നേരത്തെ കൊണ്ടുതരുന്നത്. ഒരു കണക്കിന് അത് നല്ലൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ അവൾ ആ ചടങ്ങിലേക്ക് അവിടെ വന്ന് നിന്നു. ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന ചടങ്ങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുടവ കൈമാറുന്ന ചടങ്ങാണ്. അതായത് അവളുടെ എന്താ പറയുക ചെക്കൻ്റെ പെങ്ങളാണ്. അവർ ഏകദേശം ഒരേ ഏജുകാരാണ്. അത് കാരണം അവൾക്ക് നല്ല സന്തോഷം. നമ്മളെ ഈ സെയിം ഏജിലുള്ളൊരു ആളെ കൂടെ കിട്ടുക എന്നൊക്കെ പറഞ്ഞ രസമല്ലേ, ഒരു നാത്തൂനായിട്ട് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ അതേ പുടവ കൊടുക്കട്ടെ വാങ്ങട്ടെ ആ ഒരു ഇതൊക്കെ കഴിഞ്ഞ് അത് അവളിങ്ങനെ ഏറ്റു മേടിച്ചു. അങ്ങനെ നമ്മളുടെ മെയിൻ ചടങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഈ ക്യാമറ പിടിച്ചിരിക്കുന്ന ചേട്ടന്മാരുടെ കൂടെയൊക്കെയാണ് ഈ വീഡിയോസ് എടുക്കുന്നത്. അച്ഛനമ്മയാണത്. ഇത് അവളുടെ ചെക്കൻ്റെ അളിയനും പെങ്ങളുമാണ്. അപ്പോൾ അവർക്കൊരു കുഞ്ഞാവയുണ്ട്. അവരുടെ ബന്ധുക്കളൊക്കെ നമ്മളെ വീടൊക്കെ ഒന്ന് നടന്നു ചുറ്റി കാണുവാണ്. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്നതാണിത്. നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടണമെങ്കിൽ ഒരു ഇത് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങനെ നോക്കുമ്പോഴാണ് മഴ പെയ്തത്. അപ്പോൾ പിന്നെ നേരെ അത് ബാൽക്കണിക്ക് ആക്കി ആ ഫോട്ടോഷൂട്ട്. ഇവിടെ നിന്ന് കിട്ടുന്ന ഫോട്ടോസൊക്കെ അത്യാവശ്യം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവളെ വെയിറ്റ് ചെയ്ത് ഇങ്ങോട്ട് താഴെ ചെക്കൻ്റെ ആൾക്കാർ ഫുഡ് കഴിക്കാനിരിക്കുകയായിരുന്നു. പക്ഷേ ഇവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് അത്യാവശ്യം സ്കിൽസ് എടുക്കണമല്ലോ പുടവാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇവരിവിടെ പിടിച്ചിർത്തിയൊക്കെയായിരുന്നു. പക്ഷേ താഴെ അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അവളെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ എടുക്കുന്നത്. പക്ഷേ എനിക്കിഷ്ടമാണ് ഒരുപാട് ഇങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ ശല്യം ചെയ്യില്ലേ, ഞാൻ മാക്സിമം അവളത് എടുത്ത് കഴിയട്ടെ എന്ന് വെച്ചിട്ടൊക്കെ ഞാൻ ഇങ്ങനെ നിന്നു. അപ്പോഴാണ് അമ്മ വിളിക്കാൻ വന്നത്. നിർബന്ധമായിട്ട് വന്നേ പറ്റൂ. കാരണം അവിടെ ഫുഡൊക്കെ എടുത്ത് വെച്ചിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഗതിയൊക്കെ ഇട്ട് കുഞ്ഞിൻ്റെ ഇറങ്ങി പോവുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. അങ്ങനെ ചടങ്ങൊക്കെ കഴിഞ്ഞ് അവർ കുറച്ച് നേരമൊക്കെ വർത്താനൊക്കെ പറഞ്ഞതിന് ശേഷം അവർ നമ്മളോട് യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ.